US ഗ്രീൻ കാർഡ് സ്വന്തമാക്കുക എന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വലിയൊരു സ്വപ്നമാണ്. എന്നാൽ 2026 പുതിയ സാഹചര്യങ്ങൾ ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര കൂടുതൽ കഠിനവും അനിശ്ചിതത്വം നിറഞ്ഞതുമാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പിന്റെ നിർണായക ആദ്യഘട്ടമായ പേം ലേബർ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കാൻ ഇപ്പോൾ ഏകദേശം 12 മുതൽ 14 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നു. കോവിഡ് കാലത്തിന് ശേഷമുണ്ടായ അപേക്ഷകളുടെ കുത്തൊഴുക്കും ഉദ്യോഗസ്ഥരുടെ കുറവും കാരണം നിലവിൽ 2025 ജൂണിൽ സമർപ്പിച്ച അപേക്ഷകളാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ അപേക്ഷകൾ കൂടുതൽ പരിശോധനയ്ക്കായി ഓഡിറ്റ് നടപടികളിലേക്ക് മാറുകയാണെങ്കിൽ കാത്തിരിപ്പിന് കാലാവധി വീണ്ടും ഗണ്യമായി ഉയരും. 2025 ഡിസംബറിൽ സമർപ്പിച്ച കേസുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ നിരസിക്കപ്പെട്ട അപേക്ഷകളുടെ പുനഃപരിശോധനയും മാസങ്ങളോളം നീളുകയാണ്. അതേസമയം പ്രിവെയിലിംഗ് വേജ് ഡിറ്റർമിനേഷൻ ഘട്ടത്തിൽ നിലവിൽ 2026 ഏപ്രിലിലെ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിനാൽ താരതമ്യേന വേഗതയുണ്ടെങ്കിലും പേം ഘട്ടത്തിലെ വലിയ കാലതാമസം മുഴുവൻ ഗ്രീൻ കാർഡ് നടപടികളെയും ബാധിക്കുകയാണ്. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് H1B വിസയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലിസ്റ്റുകളെയാണ്. H1B വിസയുടെ സാധാരണ കാലാവധി 6 വർഷമായതിനാൽ പേം നടപടികളും തുടർന്ന് I-140 അംഗീകാരവും സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത പക്ഷം വിസ ദീർഘിപ്പിക്കാൻ കഴിയാതെ അമേരിക്ക വിടേണ്ട സാഹചര്യം പോലും ചിലർക്കുണ്ടാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഇതിനിടെ 2026 അധികാരമേറ്റ ട്രംപ് ഭരണകൂടം അമേരിക്കൻ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടിയേറ്റ തൊഴിൽ നിയമങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ്. പേം റിക്രൂട്ട്മെന്റ് ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുക, വിദേശികൾക്ക് നൽകേണ്ട പ്രിവൈലിംഗ് വേജ് ഉയർത്തുക, H1B വിസ വിപുലീകരണ നടപടികൾ കടുപ്പിക്കുക, H4 വിസയിലുള്ള ആശ്രിതർക്ക് ജോലി ചെയ്യാനുള്ള എംപ്ലോയ്മെന്റ് അതോറിസേഷൻ ഡോക്യുമെന്റ് അനുവദിക്കുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ചർച്ചയിലുണ്ട്. ഇവ പ്രാബല്യത്തിൽ വന്നാൽ വിദേശ തൊഴിലാളികൾക്ക് അമേരിക്കയിൽ തുടരുക കൂടുതൽ പ്രയാസകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ മറ്റൊരു പ്രധാന വിഷയത്തിലും ട്രംപ് ഭരണകൂടം നിയമ പോരാട്ടം നടത്തിയിരുന്നു. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഭരണഘടനയിലെ 14ാം ഭേദഗതി പ്രകാരം സ്വമേധയാ ലഭിക്കുന്ന ജനനാവകാശ പൗരത്വം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ നീക്കത്തിന് കോടതിയിൽ തിരിച്ചടി നേരിടുകയും ജനനാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ശ്രമം നിലവിൽ മുന്നോട്ട് പോകാതിരിക്കുകയുമാണ് ഉണ്ടായത്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ അമേരിക്കയിൽ ജോലി ചെയ്യുകയും സ്ഥിരതാമസം ലക്ഷ്യമിട്ട് വർഷങ്ങളായി ഗ്രീൻ കാർഡ് നടപടികൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ കാലതാമസവും നിർദ്ദിഷ്ട നിയന്ത്രണങ്ങളും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കുടുംബസമേതം അമേരിക്കയിൽ ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവർക്കും ഇതിന്റെ പ്രത്യാഘാതം നേരിട്ട് അനുഭവപ്പെടാമെന്നാണ് വിലയിരുത്തൽ. വിദേശ കുടിയേറ്റം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട സമാനമായ കർശന നടപടികൾ മുൻപ് കാനഡയിലും സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെ അമേരിക്കയിലും കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ട്രംപ് ഭരണകൂടം തുടക്കം മുതൽ ഉയർത്തിപ്പിടിച്ചിരുന്നത്. അമേരിക്കൻ പൗരന്മാർക്കും സ്വദേശികൾക്കും തൊഴിലവസരങ്ങളിൽ മുൻഗണന നൽകുക എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായി വിസ, തൊഴിൽ, കുടിയേറ്റ നിയമങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. അതേസമയം അമേരിക്കയിൽ വംശീയ വിവേചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇടയ്ക്കിടെ ശക്തമാകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കറുത്ത വർഗക്കാർക്കെതിരായ വിവേചനവും സാമൂഹിക സംഘർഷങ്ങളും വിവിധ ഘട്ടങ്ങളിൽ ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾ ഗ്രീൻ കാർഡ് നടപടികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും കുടിയേറ്റം, പൗരത്വം, ദേശീയത എന്നിവയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. പുതിയ വിസ നിയന്ത്രണങ്ങളും തൊഴിൽ നിയമങ്ങളിലെ മാറ്റങ്ങളും യാഥാർത്ഥ്യമായാൽ അമേരിക്കയിലേക്ക് ജോലി തേടി പോകുന്ന വിദേശികളുടെ അവസരങ്ങൾ കുറയും. അമേരിക്കൻ സ്വപ്നം ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലുണ്ടെങ്കിലും പുതിയ നിയമപരിഷ്കാരങ്ങളും നീണ്ട കാത്തിരിപ്പും ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര മുമ്പത്തേക്കാൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കി മാറ്റിയിരിക്കുകയാണ്.